ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോടു കേൾപ്പിച്ചാനവസ്ഥകൾ. അരക്കന്റെ അസ്തമിക്കാത്ത അഹങ്കാരം ചവിട്ടിമെതിക്കപ്പെട്ടിരിക്കുന്നു. ആർക്കും കടന്നു വരാനാകാത്ത ഈ മഹാദുർഗത്തിൽ അല്പനായ ഒരു വാനരൻ കടന്നു കയറിയിരിക്കുന്നു. ഇന്ദ്രനെ പോലും ജയിച്ചവൻ, കൈലാസമെടുത്ത് അമ്മാനമാടിയവൻ, ഇങ്ങനെ 100 ബിരുദങ്ങളാൽ നീത്തല ഞാനിനി എങ്ങനെ ഉയർത്തിപ്പിടിക്കും? പറയൂ സ്നേഹിതരെ, രാവണന്റെ യുഗം അസ്തമിക്കുകയാണോ? പ്രഭു, രാക്ഷസകുലത്തിന്റെ വീര്യം കെടുത്തുന്ന ഒരു വാക്കും അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെട്ടുകൂടാ. രാവണയുഗത്തിന് ആരംഭം മാത്രമേ ഉള്ളൂ, അസ്തമയമില്ല. മത്തഗജന്റെ മസ്തകം തകർക്കുന്ന മഹാകേസരിയുടെ കുഞ്ചുരോമങ്ങൾ വലിച്ചു പറിക്കുന്ന മരഞ്ചാടികളെ നാം കണ്ടിട്ടുണ്ട്. അവ വീര്യമല്ല മഹാരാജൻ, വികൃതിയാണ്. ഇവിടെയും അത്രേ കരുതേണ്ടതുള്ളൂ. മഹാമന്ത്രി പ്രഹസ്തൻ ചതുരുപായങ്ങളിൽ മാത്രമല്ല, ചതുരമായ സംഭാഷണത്തിലും കേമനാണ്. മഹാനന്ദ്രേ, സത്യാവസ്ഥ നമ്മൾ ചിന്തിക്കണം. ദൂതന്റെ വികൃതിയാണ് നമ്മൾ ഈ കാണുന്നെങ്കിൽ നാഥന്റെ വീര്യം എന്തായിരിക്കും? അതുകൊണ്ട് രാമനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മന്ത്രിമാരാലോചിക്കണം. ജ്ഞാനദൃഷ്ടിയുള്ള മന്ത്രിമാർ ഒന്നിച്ചിരുന്ന് ആലോചിക്കുന്നതാണ് ഉത്തമമായ മന്ത്രാലോചന. 1000 വാനരന്മാരുടെ പിൻബലത്തിൽ രാമൻ ഈ മഹാസമുദ്രം കടന്ന് ലങ്കയിൽ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആ രാമനെ നേരിടാനുള്ള ഉപായം എന്തെന്ന് പറയുവിൻ. മഹാരാജൻ, ഈ ഭൂമിയിലെ സർവ്വജീവജാലങ്ങളും ഇന്ദ്രാദി ദേവന്മാരും വന്നാലും അങ്ങയെ എതിർത്ത് ജയിക്കാനാവില്ല. പിന്നെയാണോ വാനരങ്ങൾ? ഈ ഭൂമിയിലെ സർവ്വ വാനരങ്ങളെയും നശിപ്പിച്ച് ഈ ഭൂമി വാനരശൂന്യമാക്കാൻ ഞാൻ മാത്രം മതിയാകും. മഹാരാജൻ, അങ്ങും സഭാവാസികളും പോയി സ്വസ്ഥമായി വിശ്രമിച്ചാലും ഞാൻ പോയ രാമനെയും ലക്ഷ്മണനെയും സകല വാനന്മാരെയും ഒറ്റയ്ക്ക് നിഗ്രഹിച്ചിട്ട് വരാം. വേണ്ട, ആരും പോകേണ്ട, ഞാൻ പോകാം. എനിക്കടങ്ങാത്ത വിശപ്പാണ്. രാമനെയും ലക്ഷ്മണനെയും സകല വാനരങ്ങളെയും ഞാൻ തിന്നു തീർത്തേക്കാം. വേണ്ട, ആരും ഒറ്റയ്ക്ക് പോകേണ്ട, നമുക്ക് ഒരുമിച്ച് പോകാം. മഹാരാജൻ, അങ്ങ് വിശ്രമിച്ചാലും. ജ്യേഷ്ഠ, രാക്ഷസ കുലാധിപ, ചതുരുപായങ്ങളിലെ സാമവും ദാനവും ഭേദവും പരാജയപ്പെടുന്നിടത്തെ ദണ്ഡത്തിന് സ്ഥാനമുള്ളൂ. അപമാനിക്കപ്പെട്ടവർ, നിർഭാഗ്യവാന്മാർ, ഇവരൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം എതിരിടാൻ. ലങ്കയ്ക്കും ലങ്കാധിപനും എന്ത് അപരാധമാണ് രാമൻ ചെയ്തിട്ടുള്ളത്? അങ്ങനെ നമുക്ക് ദോഷം പ്രവർത്തിച്ചിട്ടില്ലാത്ത രാമന്റെ പത്നിയെ ജനസ്ഥാനത്തു നിന്ന് അപഹരിച്ചു. അങ്ങയുടെ ആയുസിനും യശസ്സിനും ഹിതകരമല്ല കർമ്മം. മറ്റൊരർത്ഥത്തിൽ അത് മഹാപാപവുമാണ്. അതുകൊണ്ട് അങ്ങ് കട്ടുകൊണ്ടുവന്ന മനുഷ്യാങ്ങനെ ലങ്കയിൽ നിന്ന് ഉപേക്ഷിക്കണം. സീതയെ രാമന് തിരികെ നൽകണം. മഹാരാജാവേ, പ്രഭു, എന്റെ ഹിതവാക്യം അവിടുന്ന് ചെവിക്കൊണ്ടാലും ലങ്കയ്ക്ക് നാശമുണ്ടാകാതിരിക്കാൻ അതാണ് ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. ജ്യേഷ്ഠ, ഇത്രയും കൂടി കേൾക്കാൻ സന്മനസ്സുണ്ടാകണം. എന്താ പുതിയ സന്മാർഗോപദേശം? രാവണൻ സീതയെ രാമന് സമർപ്പിച്ച് സാഷ്ടാംഗം വണങ്ങണോ? ഇല്ല ജ്യേഷ്ഠ, അത് രാമൻ പോലും അറിയില്ല. പക്ഷേ ഒന്നുണ്ട് മഹാരാജൻ, സീത എന്നാണോ ഈ ലങ്കയിൽ എത്തിയത് അന്നു മുതൽ ഇവിടെ ദുർനിമിത്തങ്ങളുടെ ഘോഷയാത്രയാണ്. അത് സീതയുടെ സാന്നിധ്യം കൊണ്ടല്ല, അങ്ങ് ചെയ്ത ദുഷ്കർമ്മം കൊണ്ടാണ്. മഹാരാജൻ, രാജാവിന്റെ സൽക്കർമ്മ ഫലമാണ് പ്രജകൾ അനുഭവിക്കേണ്ടത്, ദുഷ്കർമ്മ ഫലമല്ല. അങ്ങ് ചെയ്ത ഈ പാപത്തിന്റെ പേരിൽ വംശത്തിനും ദേശത്തിനും നാശം ഭവിക്കും. അതുകൊണ്ട് അവിടുന്ന് കനിഞ്ഞ് സീതാദേവിയെ രാമന് തിരികെ നൽകണം. ഇല്ലെങ്കിൽ ലങ്കയുടെ നാശമാണ് ഉണ്ടാവുക എന്ന് ഞാൻ ഭയപ്പെടുന്നു.
വിഭീഷണ, ജന്മനാൽ തന്നെ നീ ഒരു ഭീരു, രാക്ഷസവീര്യം തൊട്ടു തീണ്ടിട്ടില്ലാത്ത നിർഗുണൻ. നിനക്ക് ഭയപ്പെടാം, പക്ഷെ രാവണനതാവില്ല. അതിന് തക്ക കാരണവുമില്ല. ലങ്കയിലിരിക്കുന്ന സീതയെ രാമനിന് ലഭിക്കില്ല വിഭീഷണ. സമസ്ത ദേവന്മാരെയും ചേർത്ത് പടകൂട്ടിയാലും രാമന് രാവണനെ ജയിക്കാനാവില്ല. പോ, കൺമുന്നിൽ നിന്ന് പോ. മഹായുദ്ധങ്ങളാണ് രാവണന്റെ ശക്തി. ആ ശക്തി ഇനിയും വർദ്ധിക്കണം. അതിന് യുദ്ധം വേണം, ജയം വേണം. പോ, കൺമുന്നിൽ നിന്ന് പോ. तपोवनादि गमनम् हत्वा मृगं काञ्चनम् वैदेही हरणम् जटायुमरणम् सुग्रीव संहरणम्